റിപ്പോർട്ടറിന്റെ ബിഗ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ന്യൂസ് ബസിൽ അടുത്ത വിസ്മയത്തിന് ഒരുങ്ങാൻ കോൺഗ്രസ്. വിസ്മയങ്ങൾ ഓരോന്നായി ഇതാ പുറത്തേക്ക് വരികയാണ്. മുൻ CPIM MLA CKP പത്മനാഭൻ കോൺഗ്രസിലേക്കെന്ന സൂചന. പത്മനാഭനെ വീട്ടിലെത്തിക്കണ്ട് കെ സുധാകരൻ. സജോ ദേവസ്യയും റഹീസ് റഷീദുമാണ് ചേരുന്നത്. സജോ ദേവസ്യയിലേക്ക് നമുക്ക് പോയാൽ, സജോ, നമുക്ക് ഫോട്ടോകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. കെ സുധാകരൻ ഇതാ CKP പത്മനാഭനെ കണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ ഓരോ വിസ്മയങ്ങളായി പുറത്തേക്ക് വരികയാണ്. ഇടഞ്ഞു നിൽക്കുന്നവരെ ഓരോരുത്തരെയായി കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതെന്തായിരുന്നു നീക്കം? വിശദാംശങ്ങൾ എന്താണ്? കൂടിക്കാഴ്ച എത്ര സമയം നീണ്ടു? രാഷ്ട്രീയം ചർച്ചയായോ? വിനീത, ആയിഷ പോറ്റിയുടെ കാര്യം നമ്മൾ കണ്ടു. പ്രധാനമായും UDF നേരത്തെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം UDFനെ ഒരു വിശാല പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി മാറ്റുക, അതിലേക്ക് വ്യക്തികളും കൂട്ടായ്മകളും ഒക്കെയായി ആളുകൾ വരിക. അങ്ങനെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്, മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നത്. അങ്ങനെ വരുന്ന ഓരോ ആളുകളും മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും വലിയൊരു വോട്ടിനെ കൂടി ആകർഷിക്കാൻ കഴിയും വിധമുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി അത് മാറും എന്ന വിലയിരുത്തലാണ് പൊതുവിൽ UDFനുള്ളത്. അതിന്റെ കൂടി ഭാഗമായി പല ആളുകളെയും പല നേതാക്കളെയും ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ കാണുന്ന നീക്കങ്ങൾ പല തരത്തിൽ UDF ക്യാമ്പിൽ നടക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനം? അതിൽ തന്നെ CPIMന്റെ ഉന്നതമായ പദവിയിൽ, നേതൃപദവിയിൽ ഇരുന്ന ആളാണ് CKP പത്മനാഭൻ. കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പക്ഷേ 2011 അദ്ദേഹം സംഘടനാ നടപടി നേരിട്ടു. അതിനുശേഷം അദ്ദേഹം വലിയ പ്രതിസന്ധിയിലേക്ക് വ്യക്തിപരമായി പോയി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അതോടുകൂടി ഏറെക്കുറെ അവസാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2006 മുതൽ 2011 കാലയളവ് വരെ തളിപ്പറമ്പ് MLA ആയിരുന്നു CKP പത്മനാഭൻ. അദ്ദേഹം വിദ്യാർത്ഥിയും യുവജന സംഘടനകളിലൂടെ ക്രമാനുഗതമായി വളർന്നു വന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയായി കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലും എത്തി. അതിനുശേഷം തളിപ്പറമ്പ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ ശനിദശ തുടങ്ങുന്നത്. വിഭാഗീയതയുടെ ഇരയാണ് എന്ന് അദ്ദേഹം പിന്നീട് രഹസ്യമായും പരസ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം P ശശിക്കെതിരെ പരാതി കൊടുത്തു. മുൻപ് P ശശി സംഘടനാ നടപടി നേരിട്ടപ്പോൾ ആ സംഘടനാ നടപടിക്ക് കാരണമായ പരാതികളിൽ ഒന്ന് CKP പത്മനാഭന്റേതായിരുന്നു എന്നതാണ്. അതിന്റെ കൂടി ഭാഗമായൊക്കെയുള്ള നീക്കങ്ങളുടെ തുടർച്ചയാണ് അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാൻ കാരണം എന്നതായിരുന്നു വിലയിരുത്തൽ. പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ മാടായി ഏരിയ കമ്മിറ്റിയിലേക്ക് തിരികെ എടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഒഴിവാക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കണ്ണൂർ കുഞ്ഞിമംഗലത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് കോൺഗ്രസ് നേതാവും പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത്. അതായത് കെ സുധാകരന്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ശൈലി നമുക്കറിയാം. CPIM നേതാക്കളെ പൊതുവിൽ സന്ദർശിക്കുന്ന ശൈലി അദ്ദേഹത്തിനില്ല. വിവാഹ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാറില്ല എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന നേതാവാണ്. പക്ഷേ അദ്ദേഹം CKPയെ വീട്ടിൽ പോയി കാണുന്നു എന്നതാണ്. നമ്മൾ നേതാക്കളുമായി സംസാരിച്ചിരുന്ന ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ്, കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അതാണ്. റഹീസ് റഷീദ് കൂടി ചേരുകയാണ്. റഹീസ്, വിസ്മയങ്ങൾ ഓരോന്നായി പുറത്തു വരുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ CKP നേരത്തെ തന്നെ CPMുമായി അകൽച്ചയിലുള്ള CKP പത്മനാഭനെ ഇതാ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കാനാണോ ഈ നീക്കങ്ങൾ? എന്താണ് ഇടതുപക്ഷത്തെ ചർച്ചകളും? CPIMനെ സംബന്ധിച്ച് കൂടുതൽ ആളുകൾ അടുത്ത ദിവസം കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് നെഞ്ചിടിപ്പോട് കൂടി തന്നെയാണ് CPM നേതാക്കൾ കണ്ടത്. അവർ പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന ആളുകളിൽ CKP പത്മനാഭൻ ഉണ്ടായിരുന്നില്ല. പകരം കോട്ടയത്തെ ഒരു CPIMന്റെ പ്രധാനപ്പെട്ട നേതാവ്, അതല്ലെങ്കിൽ ആലപ്പുഴയിലെ CPIMലെ പ്രധാന നേതാവ് എന്ന തരത്തിലായിരുന്നു പാർട്ടിക്കകത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നത്. CKP പത്മനാഭൻ കോൺഗ്രസിനോട് അടുക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ആയിഷ പോറ്റിക്ക് ശേഷം വലിയ തോതിൽ കോൺഗ്രസിനെ CPIMനെ പ്രതിരോധത്തിലാക്കും. സംഘടനാപരമായി ഇപ്പോൾ പാർട്ടിക്കകത്ത് ഒരു പദവിയും ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു നിൽക്കാമെങ്കിൽ പോലും 2011 വരെ 2006 മുതൽ 2011 വരെ തളിപ്പറമ്പിൽ നിന്ന്, ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിച്ച് വിജയിച്ച തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായ ആളാണ്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആളാണ്. ഒപ്പം DYFIയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നയാളാണ്. അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ അത് വലിയൊരു വീഴ്ച, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും വിനിത. അതാണ്. ഇനി എന്താണ് ചർച്ചയുടെ വിശദാംശങ്ങൾ, തുടർ നീക്കങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സജോ ദേവസിയാണ് ബിഗ് എക്സ്ക്ലൂസീവ് പൊളിറ്റിക്കൽ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.